ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ്. രാവിലത്തെ കുക്കിങ്ങും അതുപോലെ മക്കളെയൊക്കെ സ്കൂളിലേക്ക് വിട്ടതിന് ശേഷമുള്ള കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് പുലർച്ചയ്ക്ക് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വെള്ളയപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ തലേ ദിവസം അരിയും എല്ലാം ഒപ്പം അങ്ങോട്ട് കുതിർത്തെടുത്തതിന് ശേഷം രാവിലെ അരച്ചിട്ട് ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. അപ്പോഴേക്കും നന്നായി പൊങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുകൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല അടിപൊളി വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചായ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതിലേക്കൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും കിഴങ്ങും ക്യാരറ്റും പച്ചമുളകൊക്കെ ചേർത്തിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് നാളികേരപ്പാലല്ല കേട്ടോ ഒന്ന് പാരുന്നത്. ഇന്ന് നാളികേരം നന്നായിട്ട് അരച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ ആ നാളികേരം അരച്ചപ്പോൾ ഞാനൊരു 4-5 അണ്ടിപ്പരിപ്പും കൂടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിയൊക്കെ. പിന്നെ പൊടികളായിട്ട് എല്ലാ പൊടികളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം തിളച്ച് കഴിഞ്ഞാൽ കറി ആയല്ലോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മല്ലിയില ഇപ്പോൾ കൊണ്ടുവന്നിട്ട് കുറേ ആയി. അപ്പം ഇനി എന്തായാലും കൊണ്ടുവന്ന് വെക്കാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മല്ലിയിലേൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാവിലെയാണ് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ചക്ക ഉണ്ടായിരുന്നു അരിഞ്ഞ് വെച്ചത്. അപ്പോൾ അത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു മാങ്ങ എന്ന് പറഞ്ഞാൽ ഒരു മാസമായിട്ടോ ഫ്രീസറിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനായി വന്ന് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ അതിലേക്ക് തന്നെ വെക്കലാണ് കേട്ടോ. പിന്നെ ജീരക വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മക്കൾക്ക് സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകണം കേട്ടോ. ഇന്നിപ്പോൾ ഒരാൾക്ക് ചോറ് വേണം, 2 വെള്ളയപ്പം വേണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ബീട്രൂട്ട് ഉപ്പേരി വെക്കാനായിട്ട് അവിടെ ചോപ്പറിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ മുറ്റടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. മക്കളിതാ അവിടെ മീനിന് തീറ്റ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ വിളിക്കലുള്ളത്. പക്ഷേങ്കിൽ ആദ്യം മീനിന് തീറ്റയൊക്കെ കൊടുത്തതിന് ശേഷം ഒന്ന് വായിക്കാൻ വരുള്ളൂ കേട്ടോ. അപ്പം മീനൊക്കെ ഓരുമായിട്ട് നല്ലോണം ഇണങ്ങിയിട്ടുണ്ട് തോന്നുന്നു. ഓനൊന്ന് എടുത്ത് വന്നിരുന്നാൽ മതി, അപ്പം തന്നെ ഓടി വരും കേട്ടോ. ഒരു തിന്നാൻ കിട്ടുമല്ലോ വിചാരിച്ചിട്ടേ ഞാനൊന്നും കൊടുക്കലില്ല കേട്ടോ. അമ്മ കൊടുത്താൽ ഏറുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ തന്നെയാണ് കൊടുക്കലുള്ളത്. മിക്സിയിൽ പൊടിച്ചൊക്കെ ഞാൻ കൊടുക്കലുണ്ട്. തീറ്റയൊക്കെ പിന്നെ ഓൻ തന്നെയാണ് കൊടുക്കട്ടോ. ഇങ്ങനെ കുറേ പാത്രത്തിൽ ഒരേപോലത്തെ സാധനങ്ങളാണ് കണ്ടാൽ, പക്ഷേങ്കിൽ ഓനെ അറിയുള്ളൂ അത് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ കുറേ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എന്നോട് ഇടയ്ക്ക് ചോദിക്കലുണ്ട് ബേസ് വാങ്ങാൻ പൈസ തരുമോ എന്നുള്ളത്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇനിയും വേണമെന്നാണ് പറയണത്. പിന്നെ തിരുമ്പാനുള്ളതൊക്കെ ഇവിടെ ഒരു കോണിയുമലാണ് കൂട്ടി വെക്കൽ കേട്ടോ. ചില ദിവസം ബക്കറ്റ് കൊണ്ടുവന്നേക്കും അതിലിട്ടേക്കും, അല്ലാത്ത ദിവസമൊക്കെ ഇവിടെ വയ്ക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്പി എടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കറിക്കായിട്ട് ചക്കക്കുരും മുരിങ്ങക്കായും മാങ്ങയും കൂടിയാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ചക്കക്കുരുവൊക്കെ നന്നാക്കി കുക്കറിലൊന്ന് അടിച്ചെടുത്തു കേട്ടോ. നല്ല പൊടിയുള്ള കുരുവാണേ. പിന്നെ മുരിങ്ങക്കായും മാങ്ങയും വേവിച്ച ചക്കക്കുരുവും കൂടി അടുപ്പത്തണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പൊഴിഞ്ഞപ്പോഴേ ചോറൊക്കെ തിളപ്പിച്ചാണ് റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പേരി ആയിട്ടുണ്ട്. പിന്നെ അടുപ്പ് ഒഴിവായി കിടക്കില്ല. അപ്പോൾ പിന്നെ കറി അടുപ്പത്ത് തന്നെ വെച്ചിട്ടോ. അപ്പോൾ രാവിലെ ചില ദിവസമൊക്കെ ധൃതി പിടിച്ചാണ്ട് നമ്മൾ നേരം വഴുകൊക്കെ ആണെങ്കിൽ കുക്കറിൽ വയ്ക്കും. ഇന്നിപ്പോൾ സമയമുണ്ട്. അപ്പോൾ പിന്നെ ചട്ടിയിലാണ്ട് വെക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ടുണ്ടേ. ഇനിയിപ്പോൾ അതിലേക്ക് നാളികേരം അരച്ച് വെച്ചിട്ടുണ്ട്. നാളികേരം ഞാൻ ചക്കയ്ക്കും അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സമയം കളയാതെ വേഗം പണികൾ ചെയ്യണം. അപ്പോൾ ആ ചക്കക്കുരു വെച്ച കുക്കറിലേക്ക് തന്നെ ചക്ക ഇട്ട് കൊടുത്തിട്ടോ. ചക്ക ഇങ്ങനെ അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ രാവിലെ എടുത്ത് വെക്കാൻ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലടിച്ചെടുക്കണുള്ളൂ കേട്ടോ. ഇതിന് വേവന്നല്ല, ശരിക്കും അടുപ്പത്ത് വെച്ചാൽ മതി കേട്ടോ. പിന്നെ പെട്ടെന്ന് ആയിക്കോട്ടെ എഴുതിയിട്ട് ഞാനത് ഗ്യാസും കൊണ്ട് വെച്ചു. പിന്നെ അതിലേക്ക് അരപ്പൊക്കെ ഏതായാലും റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കണം കേട്ടോ. അതൊരു ഇളം ചൂടോടുകൂടി കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു 8 മണി 8:30 ആയപ്പോഴേക്കും നമ്മളെ കറികളും ഉപ്പേരിയും ചക്കക്കൂട്ടാനും ചോറും എല്ലാം അതും ആയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഇനി മീനൊന്നുമില്ല. അപ്പോൾ പ്രാവ് വെയിൽ കൊണ്ട് കിടക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് മക്കളെ ചായ കുടിയും അതൊക്കെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. കണ്ണൻ പുറപ്പെട്ടിട്ടുണ്ട്. 9:20 ബസ്, നേരം 9 മണിയായിട്ടോ. അപ്പോൾ കണ്ണൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ വെള്ളയപ്പാണ് കേട്ടോ. അപ്പോൾ അത് ഓന് കെട്ടി ഞാൻ ബാഗിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ടവലിൽ കെട്ടിയിട്ട് ബാഗിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്നും വീഡിയോ എടുത്തില്ല. നന്ദുവിന് കുഞ്ഞു വെള്ളയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അനുമോക്ക് ചോറാണ് ആക്കിയത്. അപ്പോൾ ഓരോ സ്നാക്സും ലഞ്ചും വെള്ളം എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ടവലിൽ കെട്ടിയിട്ട് ബാഗിലാക്കി വെക്കണം. അപ്പോൾ അനുമോക്കും നന്ദൂട്ടനും പോവാം. ഇഷ്ടം പോലെ സമയമുണ്ട് കേട്ടോ. ഏകദേശം ഒരു
9:45 ആകുമ്പോൾ പോയാൽ മതി. പിന്നെ ഓരോ ഞാൻ കൊണ്ടേക്കിയൊക്കെ വന്നു, സ്കൂളിലൊക്കെ കൊണ്ടേക്കി വന്നു. അപ്പം ഇന്നിവിടെ ആരുമില്ല കേട്ടോ. അമ്മ എന്താ പറയുക, അക്ഷയക്കൊന്ന് പോയിട്ടുള്ളതാണ് ആധാറൊക്കെ പുതുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ അലക്കിയിട്ടിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ മഴേൻ്റെ ഒരു തൂക്കമൊക്കെ കാണാണ്ട്, പിന്നെ ഏട്ടനും അച്ഛനും ഒക്കെ വെട്ടാൻ പോയതാണ്. അപ്പോൾ ഒരു എത്തിയിട്ടില്ല. അപ്പോൾ ആരും ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വെറുതെ ബോറടിച്ച് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരിക്കണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യൽ കേട്ടോ. അപ്പോൾ എല്ലായിടും ഒന്ന് വൃത്തിയാക്കിയിടാന്ന് വിചാരിക്കും. അപ്പോൾ എന്നാൽ സമയം പെട്ടെന്ന് പോവുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ദിവസം നമ്മൾ അടുക്കളയിലുള്ള പണികൾ വേഗം ഒരുക്കുക. അതേപോലെ തന്നെ തിരുമ്പിടാനുള്ളത് വേഗം തിരുമ്പിടുക. അപ്പോൾ അത് ഉണങ്ങുകയും ചെയ്യും, അടുക്കളയത്തെ പണി ഒരുങ്ങുകയും ചെയ്യും. ഇനിയിപ്പോൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഓൽക്ക് വിശക്കുകയാണെങ്കിൽ വേഗം വിളമ്പി കൊടുക്കാമല്ലോ. മറ്റത് നമ്മൾ ഇതിന് രണ്ടിനും കൂടി ഒപ്പം നിന്നിട്ടുണ്ടെങ്കിൽ അത് ഒന്നും അല്ലാത്ത പോലെയാവും കേട്ടോ. അവിടെയും ചെയ്യാൻ പറ്റൂല, ഇവിടെയും ചെയ്യാൻ പറ്റൂല, ആകപ്പാടെ കലവിലിയാവും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. അതേപോലെ തന്നെ ഏതൊരു വീട്ടമ്മമാർക്കും നമ്മളെ വീട് വൃത്തിയായിട്ട് ഇരിക്കുന്നതല്ലേ എപ്പോഴും ഇഷ്ടമുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഒരിക്കൽ നമ്മൾ വൃത്തിയാക്കി വിചാരിച്ചിട്ട് അത് കാലങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ഇരിക്കണമെന്നില്ല. അത് അങ്ങനെ ഇരിക്കണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ആവണം അല്ലേ. അപ്പോൾ ഈ മക്കളുള്ള വീട്ടിലൊന്നും അങ്ങനെ നടക്കൂല കേട്ടോ. ഇവിടെ 3 മക്കളുള്ളതാണ്. അപ്പോൾ അതിൻ്റേതായ വലിച്ചു വാരി വൃത്തികേടാക്കിയിടുന്നത് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ ശരിയാക്കിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അല്ലാതെ ഒരു ചെയ്യണുണ്ട് വിചാരിച്ചിട്ട് അതങ്ങനെ കിടക്കട്ടെ, ഒരു എപ്പോഴും ചെയ്യല്ലേന്ന് അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമല്ല കേട്ടോ. നമ്മളെ വീട് നമ്മൾ എപ്പോഴും വൃത്തിയാക്കിയിടുക. അപ്പോൾ അങ്ങനെ ഒന്ന് കുറച്ച് ദിവസമായി ഒന്ന് ഇങ്ങനെ പൊടികളൊക്കെ തട്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 15 ദിവസം 20 ദിവസമൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ ഒന്ന് പൊടികളൊക്കെ ഒന്ന് പതുക്കെ തുടച്ചെടുക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കും കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു മാറാല എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവുകൊണ്ട് ജനലിൻ്റെ ആ പുളീൻ്റെ ഇടയിൽ കൂടിയൊക്കെ എപ്പോഴും നല്ല മാറാല ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുമ്പോൾ അതിനോടൊരു ഇഷ്ടം വേണം കേട്ടോ. ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല വൃത്തി ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ട് നമ്മൾ ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വൃത്തിയാക്കൽ നടക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ടാണ് പൊടികളൊക്കെ ഒന്ന് തട്ടിയത്. പിന്നെയാണ് നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മാറാല തട്ടാത്തത് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ മാറാല തട്ടിയിരുന്നു കേട്ടോ. വൈകുന്നേരം മാറാല തട്ടിയിട്ടു. പിന്നെ ഇതിൻ്റെ ഉള്ളത്തെ ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി എല്ലായിടവും ഒന്ന് മാറാല തട്ടി ഒക്കെ അടിച്ചു വാരി ഇട്ടതായിരുന്നു കേട്ടോ. അപ്പം ഇനി ഇന്ന് തുടക്കലൊക്കെ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. മാറാല തട്ടലും തുടക്കലും ഒക്കെ കൂടെ ഒരു ദിവസം ചെയ്യുമ്പോഴത്തേന് വൈകുന്നേരം ആവും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു പണിയെടുക്കാൻ 3-4 മണിക്കൂർ വന്നിട്ടുണ്ട് കേട്ടോ. 11 മണിക്കാണ്ട് തുടങ്ങിയിട്ട് കൃത്യം 3 മണിക്കാണ് തീർന്നത്. 3 മണിക്ക് തന്നെ അങ്ങോട്ട് തീർത്തതാണ്. അതന്നെ അടുക്കള ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അടുക്കളയിൽ ഒരു ദിവസത്തെ ക്ലീനിങ് ഉണ്ടാവും എന്തായാലും. എല്ലാ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തുടച്ചൊക്കെ വെക്കുമ്പോഴേക്കും എന്തായാലും ഒരുപാട് പണി വരും കേട്ടോ അടുക്കളയിൽ. ഇവിടെ ഒന്നും ചെയ്യണ പോലെയല്ല. പിന്നെ ഫാനിൻ്റെ പൊടി എന്ന് പറഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുടച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു പുറമേയുള്ള ഭാഗം എടുത്തു വെച്ചത് ഇങ്ങനെ പെട്ടെന്ന് തുടയ്ക്കാനാണ് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ഒരാളെ സഹായം വേണം അതൊക്കെ അഴിച്ചു തരാനൊക്കെ. അപ്പോൾ നമ്മൾ തുടയ്ക്കാൻ കയറുമ്പോൾ നല്ല ബെഡ്ഷീറ്റൊക്കെ ആണെങ്കിൽ അതിൻ്റെ മുകളിലൊരു തുണിയൊക്കെ വിരിച്ചിട്ട് അതിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കാലുമത്തെ പൊടിയൊന്നും അതിലാവില്ല കേട്ടോ. പിന്നെ സെറ്റ് വിരിയൊക്കെ ഒന്ന് എടുത്തിട്ടിട്ട് അതൊക്കെ ഒന്ന് നനച്ച് തുടയ്ക്കുകയാണ് കേട്ടോ. എന്തായാലും പൊടികളുണ്ടാവും. അപ്പോൾ ചെറിയ കുട്ടികളുള്ള വീടാവുമ്പോൾ എന്തായാലും നല്ല വൃത്തികേട് ഉണ്ടാവും കേട്ടോ. നമ്മൾ എത്ര ചെയ്തിട്ടും കാര്യമില്ല. എത്ര ചെയ്താലും നമ്മൾ വിചാരിക്കും തീരെ ചെയ്യാത്തൊരു വീട് പോലെ കിടക്കുള്ളൂ കേട്ടോ. എന്നാലും നമ്മളെ മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം ഒന്ന് കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ നല്ലൊരു സന്തോഷമാണ് കേട്ടോ. എല്ലായിടും വൃത്തിയായി കണ്ടിരിക്കാൻ. പിന്നെയെന്ന് പറഞ്ഞാൽ ജനലിൻ്റെ പൊളിയൊന്നും തുറന്ന് ഞാൻ തുടച്ചിട്ടില്ല കേട്ടോ. ഉള്ളിൽ നിന്ന് പതുക്കെ തുടച്ചെടുത്തിട്ടുള്ളൂ. ജനലിൻ്റെ പൊളിയൊക്കെ തുറന്ന് തുടയ്ക്കണമെങ്കിൽ ആരെങ്കിലും ഒപ്പം വേണം കേട്ടോ. നമ്മൾ സ്റ്റൂളിൻ്റെ മുകളിലൊക്കെ കയറി നിന്നിട്ട് വേണം തുടയ്ക്കാനായിട്ട്. അപ്പോൾ അത് നല്ല ബുദ്ധിമുട്ടാണ്. ഒരാളെ സഹായം കൂടി വേണം. അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഉള്ളിലുള്ള എല്ലാ സംഭവങ്ങളും ഒന്ന് തുടച്ചെടുത്തു. നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദിവസമായില്ലേ. അപ്പോൾ നമ്മളെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു കേട്ടോ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഇടുമോ എന്നുള്ളത്. അപ്പോൾ ഡീപ്പായിട്ട് ക്ലീനിങ് ചെയ്യുമ്പോൾ ഇനി ഇടേണ്ട ഇത് ജസ്റ്റ് ഒരു ക്ലീനിങ് ആണ്. അപ്പോൾ അതിൻ്റെ കുറേ ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു കേട്ടോ. എഡിറ്റ് ചെയ്തപ്പോഴാണ് നോക്കിയപ്പോൾ അതൊന്നും കാണാനില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. കുറേ കഷ്ടപ്പെട്ടെടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ പിന്നീട് ഒരിക്കൽ ഇനി അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇതാക്കണേ നിലം തുടയ്ക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. Thank you.